അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടാക്കിയ വലിയ പ്രതിഷേധത്തിന്റെ മുനമ്പിലാണ് ഡൽഹി. അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്ത്യ മുന്നണി നേതാക്കൾ ആകെ തന്നെ ഈ അറസ്റ്റിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. രാജ്യവ്യാപക പ്രതിഷേധത്തിന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കം. ഇന്നലെ അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായക ദിനമാണ്. രാവിലെ സുപ്രീം കോടതിയിൽ ഈ വിഷയം ഉന്നയിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ നീക്കം. അറസ്റ്റിനെതിരെ ബിജെപി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധിക്കാനും ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി ലഫ്റ്റനന്റ് ഗവർണറെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ER രാഗേഷും രഞ്ജിത്ത് രാമചന്ദ്രനും. ആദ്യം രാഗേഷിലേക്ക്. രാഗേഷ്, അറസ്റ്റിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നുകൂടിയാണ്. രാജ്യ തലസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നടന്ന ഈ അറസ്റ്റ് ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളി എന്ന നിലയിലാണ് വിമർശനങ്ങൾ ഉയരുന്നത്. ഇന്നത്തെ ദിവസം എത്രമാത്രം നിർണായകമാണ്? AAP ഇന്നലെ മുതൽ തന്നെ തെരുവിൽ പ്രതിഷേധിക്കുകയാണ്. ഡൽഹിയിലെ സാഹചര്യം എന്താണ്? ഇന്ന് നടക്കുന്ന സുപ്രീം കോടതി നടപടികൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? രേണുക, അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഒപ്പം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായക ദിനമാണ്. സ്വാഭാവികമായും ഇന്ന് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കും. കാരണം ED ഇന്നലെയാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് റോസ് അവന്യൂ കോടതിയിലാണ് കേജ്രിവാളിനെ ഹാജരാക്കുക. സ്വാഭാവികമായും ഇന്ന് വിചാരണ കോടതി എന്ന നിലയ്ക്ക് കേജ്രിവാളിന് അവിടെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല. അത് സ്വാഭാവികമായും ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം ED 10 ദിവസത്തെ കസ്റ്റഡി വേണമെന്നൊരു ആവശ്യമായിരിക്കും മുന്നോട്ട് വെക്കുക. കാരണം ഈ കേസിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് കേജ്രിവാളാണ്. അപ്പോൾ കേജ്രിവാളിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നായിരിക്കും റോസ് അവന്യൂ കോടതിയിൽ ED മുന്നോട്ട് വെക്കുക. നേരത്തെ BRS നേതാവ് K കവിതയുടെ കാര്യത്തിൽ അത്തരമൊരു നിലപാടാണ് ED സ്വീകരിച്ചിരുന്നത്. പകരം കോടതി 7 ദിവസത്തെ കസ്റ്റഡി കാലാവധി അനുവദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ റോസ് അവന്യൂ കോടതിയിൽ നിന്ന് അതായിരിക്കും സ്വാഭാവികമായും സംഭവിക്കാനുള്ള സാഹചര്യം. പക്ഷേ ആം ആദ്മി പാർട്ടി പ്രതീക്ഷ വെക്കുന്നത് സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയിൽ ഇന്നലെ ഹൈക്കോടതി അറസ്റ്റ് തടയാനാകില്ല, സംരക്ഷണം നൽകാനാകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതിനൊരു അപ്പീലല്ല ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. പകരം ഒരു റിട്ട് ഹർജിയാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഭരണഘടനയുടെ 32 അനുച്ഛേദ പ്രകാരം ഒരു റിട്ട് ഹർജി അവർ ഫയൽ ചെയ്തിരിക്കുന്നു. അതിൽ സ്വാഭാവികമായും മനുഷ്യാവകാശ ലംഘനം ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ചൂണ്ടിക്കാണിക്കുക. അങ്ങനെ ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നൊരു പ്രതീക്ഷയാണ് ഏതായാലും ആം ആദ്മി പാർട്ടി പങ്കുവെക്കുന്നത്. ഇന്ന് രാവിലെ കോടതി ചേരുമ്പോൾ തന്നെ ഈ വിഷയം ആം ആദ്മി പാർട്ടിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഉന്നയിക്കും. സ്വാഭാവികമായും ഇന്ന് നിർണായക ദിനമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. മാത്രമല്ല ഈ മാസത്തെ സുപ്രീം കോടതിയുടെ അവസാനത്തെ പ്രവൃത്തി ദിനം കൂടിയാണ്. കാരണം ഹോളി അടക്കമുള്ള അവധികളിലേക്ക് സുപ്രീം കോടതി കടക്കുകയാണ്. അപ്പോൾ ഇനി മാർച്ച് മാസത്തിൽ സുപ്രീം കോടതി ഒരു പ്രവൃത്തി ദിനമില്ല. അപ്പോൾ ഇന്ന് തന്നെ ഹർജി കേൾക്കുകയാണെങ്കിൽ, ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അതൊരു ആശ്വാസകരമാകും എന്നൊരു നിലപാട് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. 10 ഏതായാലും ഈ ഹർജിയിൽ എന്ത് നിലപാട് കോടതി സ്വീകരിക്കും, അതോ ഹൈക്കോടതി എന്തുകൊണ്ട് സമീപിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുമോ, അതോ അടിയന്തരമായി വാദം കേൾക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാവുകയെന്ന് 10 അറിയാൻ സാധിക്കും. നിയമപരമായ കാര്യങ്ങൾ ഇങ്ങനെയാണ്. മറുവശത്ത് രാഷ്ട്രീയമായ പോരാട്ടം കൂടി ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ റോസ് അവന്യൂ കോടതിയുടെ സമീപത്ത് തന്നെയാണ് ഈ 2 പാർട്ടികളുടെയും ആസ്ഥാനങ്ങളുള്ളത്, BJPയുടെയും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെയും. അവിടേക്ക് BJP ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് ആം ആദ്മി പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. 10 മണിയോടുകൂടി ആ മാർച്ച് ആരംഭിക്കുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനം, ഡൽഹി പോലീസ് അടക്കം വലിയ സുരക്ഷാ സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മന്ത്രിമാരും പ്രവർത്തകരും ഒക്കെ ആം ആദ്മി പാർട്ടി ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി മാത്രമല്ല, പ്രതിപക്ഷ നിരയിലെ എല്ലാ പാർട്ടികളും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ കേരളത്തിലടക്കം DYFIയുടെ ഒക്കെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിവിധ PCCകളുടെ പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധി ഇന്നലെ
കേജ്രിവാളിന്റെ കുടുംബാംഗങ്ങളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇന്ന് കേജ്രിവാളിന്റെ കുടുംബാംഗങ്ങളെ നേരിട്ട് രാഹുൽ ഗാന്ധി സന്ദർശിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ പ്രതിപക്ഷം ഒന്നടങ്കം കേജ്രിവാളിനൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ് ഈ സംഭവത്തെ അപലപിക്കുകയാണ്, അതിരൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയാണ്, അവർ കേജ്രിവാളിനൊപ്പം എന്ന് പ്രഖ്യാപിക്കുകയാണ്. രാകേഷ്, ഇത്രമാത്രം ഈ അറസ്റ്റ് അപലപിക്കപ്പെടുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്ന കേജ്രിവാളിനെ പുറത്താക്കാനുള്ള നീക്കങ്ങളിലാണ് BJP എന്നാണ് മനസ്സിലാകുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ലഫ്റ്റനന്റ് ഗവർണറെ സമീപിച്ചിട്ടുണ്ട് എന്ന വിവരം വരുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് BJP ക്യാമ്പിന്റെ നീക്കം? ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് ആം ആദ്മി തയ്യാറെടുക്കുന്നത്? രേണുക, ആം ആദ്മി പാർട്ടി നിലവിലെ ഒരു സാഹചര്യം നേരത്തെ തന്നെ കണ്ടതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ആം ആദ്മി പാർട്ടി ഒരു സർവേ നടത്തിയിരുന്നു. അതായത് കേജ്രിവാളിനെ കള്ളക്കേസിൽ കൊടുക്കാൻ BJP ഗൂഢാലോചന നടത്തുന്നു, അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, ജയിലിൽ കിടന്ന് ഭരിക്കണോ അതോ രാജിവെക്കണോ എന്നായിരുന്നു ആ ചോദ്യം. അപ്പോൾ അന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്നത് ഡൽഹിയിലെ ഭൂരിഭാഗം ജനങ്ങളും കേജ്രിവാൾ ജയിലിൽ പോവുകയാണെങ്കിലും കേജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരട്ടെ, മുഖ്യമന്ത്രി ജയിലിൽ കിടന്ന് ഭരിക്കട്ടെ എന്ന നിലപാടെടുത്തു എന്നാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നലെ ഈ അറസ്റ്റിന് ശേഷം മന്ത്രി ആതിഷി മെർലാന വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം കേജ്രിവാൾ ജയിലിൽ കിടന്ന് ഭരിക്കുമെന്നാണ്. നിലവിൽ ഭരണഘടനാപരമായ അങ്ങനെ ജയിലിൽ കിടന്ന് ഭരിക്കാൻ പാടില്ല എന്ന് എവിടെയും പറയുന്നില്ല. പക്ഷേ സ്വാഭാവികമായും BJP ഇതിനോടകം തന്നെ ഒരു പരാതി ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ അനുവദിക്കാൻ കഴിയില്ല എന്ന്, അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നടപടിയെടുക്കണമെന്നാണ്. ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നുണ്ട് എങ്കിൽ പോലും പ്രത്യേക വകുപ്പ് കൈകാര്യം ചെയ്യുന്നില്ല അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ജയിലിൽ കിടന്ന് ഭരിക്കുക എന്ന് വന്നാൽ അത് സാധ്യമാകുന്ന ഒരു നില, മറ്റ് നിയമ പ്രശ്നങ്ങളില്ല എങ്കിൽ സാധ്യമാകുന്ന ഒരു നിലയുണ്ടോ? നമുക്കറിയാം ആം ആദ്മി പാർട്ടി എന്നാൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കെജ്രിവാൾ മാറി നിന്നാൽ വകുപ്പുകളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ നേതൃനിരയെ ഒരുമിച്ച് കൊണ്ടുപോവുക, തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക, ഭരണം നിർവഹിക്കുക എന്നതൊക്കെ സാധ്യമാകുന്ന ഒരു സാഹചര്യം ആ പാർട്ടിയെ സംബന്ധിച്ചുണ്ടോ? രേണുക, നിലവിൽ അങ്ങനെ ഭരണഘടനാപരമായ തടസ്സങ്ങളില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാരണം അങ്ങനെ ജയിലിൽ പോവുകയാണെങ്കിൽ രാജിവെക്കണം എന്നൊരു നിബന്ധന എവിടെയും പറയുന്നില്ല എന്ന് ഭരണഘടനാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അപ്പോഴുമുള്ള പ്രശ്നം, സാധാരണഗതിയിൽ മന്ത്രിസഭാ യോഗങ്ങളും മറ്റും ചേരാറുള്ളത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ്, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ്. അപ്പോൾ എങ്ങനെ മന്ത്രിസഭാ യോഗം ചേരുമെന്ന പ്രശ്നമുണ്ട്. ഒപ്പം സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെ നിർവഹിക്കും തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചകൾ തുടങ്ങി അങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. മാത്രമല്ല മുൻപുണ്ടായിരുന്നു, ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഇന്ത്യ മുന്നണിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അറസ്റ്റിലായത് ഹേമന്ത് സോറനായിരുന്നു. അത് ED അറസ്റ്റിന് തൊട്ട് മുമ്പ് അദ്ദേഹം രാജിവെച്ചിരുന്നു. പക്ഷേ രാജിവെച്ചുകൊണ്ട് അറസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇതിനു മുമ്പ് ലാലു പ്രസാദ് യാദവ്, ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് അറസ്റ്റ് ആയപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് പകരം ഭാര്യയായ റാബ്രി ദേവിയെ മുഖ്യമന്ത്രിയാക്കുകയാണ് ചെയ്തത്. അതാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. ഏതായാലും ആം ആദ്മി പാർട്ടി ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് കേജ്രിവാൾ തന്നെ ഭരിക്കുമെന്നാണ്. ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്നൊരു അനുകൂല നിലപാടുണ്ടാകുമെന്നൊരു പ്രതീക്ഷ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായേക്കാം. അതല്ല, സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ മറ്റ് ആലോചനകളിലേക്ക് ആം ആദ്മി പാർട്ടി കടന്നേക്കും. അങ്ങനെയെങ്കിൽ നിലവിൽ മന്ത്രിമാരായ സൗരവ് ഭരദ്വാജ്, ഒപ്പം തന്നെ അതിഷി മെർലാന തുടങ്ങിയവരുടെ പേരുകൾ പരിഗണിക്കപ്പെട്ടേക്കാം. ഒപ്പം കേജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാളിന്റെ പേരും ഒരുപക്ഷെ ചർച്ചകളിലുണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ പല യോഗങ്ങളിലും സുനിത പങ്കെടുക്കാറുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അത്തരം ചർച്ചകളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം അറിയിക്കുന്നത്. തീർച്ചയായും, എന്തായാലും അതിരൂക്ഷമായ വിമർശനം ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പേടിച്ചരണ്ട സ്വേച്ഛാധിപതി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. ജനാധിപത്യ പ്രക്രിയയെ ഭയപ്പെടുന്നവരുടെ ഭീരുത്വമാണ് ഇത് തെളിയിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരിച്ചു. ഈ വിഷയത്തിൽ